ഞാൻ എന്റെ സുന്ദരിക്കുട്ടിക്ക് പുഷ്പങ്ങൾ നൽകുമ്പോൾ ആ സുന്ദര നിമിഷത്തിന്റെ സന്തോഷം കളയാൻ അവിടെ ആരാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്? ഓ, നിങ്ങൾക്ക് എന്തായാലും കവിത പറയാൻ കണ്ട നേരം കൊള്ളാം. ഞാൻ വല്ലാതെ പേടിച്ചു പോയറിയാവോ? മാഡം സംഭവിച്ചെന്താണെന്ന് പറയൂ. ഞാൻ പുഡിങ്ങിന് വേണ്ടി ആപ്പിൾ കട്ട് ചെയ്തോണ്ടിരുന്നപ്പോ അവിടെ ഒരു റാറ്റിനെ കണ്ടു. റാറ്റ്. ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ പുഡിങ് ആ റാറ്റിന് ചിലപ്പോ ഇഷ്ടപ്പെട്ട് കാണില്ല. അത് പറയാൻ വേണ്ടി റാറ്റ് അവിടെ വന്നതായിരിക്കും. ഓഹോ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ. ശരി, അത് പിന്നെ സംസാരിക്കാൻ വിട്ടേക്ക്. എന്റെ കിച്ചന്റെ അകത്ത് ഒരു എലി ഇരിപ്പുണ്ട്. എലി. വീട്ടിനകത്ത് എലി വന്നിരിക്കുകയാണ്. സംശയമുണ്ടോ? ഓ നോ സർ, ഇവിടെ എലിയുണ്ടെന്ന്. വരൂ, നമുക്ക് വീടിനകത്തേക്ക് പോവാം. കുഞ്ഞളിയ, നമ്മളും സോർദാറും പപ്പട്ടുമല്ലാതെ വേറെ ആരെയും ഈ വീടിനകത്ത് താമസിപ്പിക്കണ്ട. ഓഹോ, ആ എലി ഈ വീട്ടിൽ സ്ഥിര താമസത്തിനായി വന്നതല്ല കന്ന സർ. അതെ, കന്ന ഞാനല്ലേ. പിന്നെന്തിനാ നിങ്ങൾ ഹണിയെ കന്ന എന്ന് വിളിച്ചത്? കാരണം നിങ്ങൾ രണ്ടാളും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാനുണ്ട്, ഞാൻ ഈ എലി പിടിച്ചിരിക്കും. കമോൺ ബ്രോ, കമോൺ. ഹണിപണി സൂക്ഷിക്കണം, അത് എലിയാണ്, എലി. ഇവിടെ വന്നിരുന്ന് വെട്ടി വിഴുങ്ങാണല്ലേ? ആ ഉരുളക്കിഴങ്ങ് തിരിച്ചതാ തരാനാ പറഞ്ഞ. ഒരു മിനിറ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചു തീർത്തോട്ടെ. വാ വാ, ഒരു മിനിറ്റിന്റെ കാര്യല്ലേ ഉള്ളൂ കുഞ്ഞളിയ, അവനൊന്ന് കഴിച്ചോട്ടെ. എന്തിനവൻ കഴിക്കണം? ഇവൻ നമ്മുടെ ബന്ധു മറ്റാണോ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കറിയില്ല. ഞാൻ ആരുടെ മകനാണെന്നറിയോ? അവന് വിട്ടേക്ക് കുഞ്ഞളിയ, പ്രശ്നമൊന്നും വേണ്ട. ഏതെങ്കിലും കടുവയുടെ മകനാണെങ്കിലോ? എടാ നീ മണ്ടനടാ മണ്ടൻ. എലി എങ്ങനെയാടാ കടുവയുടെ മകനാകുന്നേ? എന്തുകൊണ്ടായിക്കൂടാ? ചിലപ്പോ എന്റെ വീട്ടുകാർ കാട്ടിൽ താമസിച്ചവരാണെങ്കിലോ? എടാ പന്ന എലി, നീ എന്നെ പേടിപ്പെടുത്താൻ നോക്കാണോ? നിക്കടാ. നിന്നെ വിടില്ല ഞാൻ. അളിയാ വേഗം വാ, ആ എലിയെന്ന് വിടാൻ പാടില്ല. അവന് കൊടുക്കുന്ന ശിക്ഷ കണ്ട് ഈ നാട്ടിലുള്ള എല്ലാ എലികളും പേടിക്കണം. ഇനി ഒരിക്കലും ഹണി ബണിയുടെ വീട്ടിലേക്ക് അവർ വരരുത്. അതെ, എലിയെ വീട്ടിൽ നിന്നാണ് പുറത്താക്കേണ്ടത്. ലോകത്ത് ഇത് തന്നെയല്ല. കുഞ്ഞളിയ, പേടിച്ചിട്ട് കരയാ അവൻ. പക്ഷെ കരയുന്നത് കേട്ടിട്ട് ചിരിക്കുന്നത് പോലെ ഉണ്ടല്ലേ? ഞാൻ ചിരിക്കുകയാണടാ കഴുതെ. കരയാൻ പോകുന്നത് നീയാ. അച്ഛാ, നീ എന്തോ വലിയ സംഭവമാണെന്ന് എന്നോട് പറഞ്ഞല്ലേ? നീ ആരാന്നിപ്പ എന്റെ അച്ഛന്റെ അടുത്ത് കാണിക്ക്. കുട്ടികളെ പേടിപ്പിക്കാണോടാ? പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കട്ടെ.
എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ആ ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ, വേഗം ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ, വേഗം രക്ഷപ്പെടാ, ഓടിക്കോ. മാളത്തിൽ ചാടാ, മാളത്തിൽ. വേഗം 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 മാളത്തിൽ ചാടാ. ഏയ് പൊപ്പട്ട്, അവരെന്തിനാ എലിയുടെ മാളത്തിലേക്ക് ചാടിയത്? ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ, സിംഹത്തെ അതിന്റെ മാളത്തിൽ പോയി പിടിക്കണം. സംശയമുണ്ടോ? ശരി, നമുക്ക് പോയി അവരെ സഹായിക്കാം. എടേ, മുകളിലുള്ളവനെ ആദ്യം വിശ്വസിക്ക്. അവനെ കൊണ്ട് മാത്രമേ ഹണിയെയും മണിയെയും രക്ഷിക്കാൻ പറ്റൂ. സംശയമുണ്ടോ? ഓയ്. ഈ വശത്തു കൂടെ പോവാം, വാ. ഈ വഴിയെ പോവാം. കുഞ്ഞാളിയ, ഇവിടെ എല്ലാ സ്ഥലവും ഒരുപോലെ ഉണ്ട്. ഒരുപോലെയല്ല മണ്ട, നമ്മൾ കറങ്ങി കറങ്ങി ഒരേ സ്ഥലത്താ വരുന്നേ. ആ, ആ. ഓടിക്കോ. എടേ, എന്തുവാണ് ഇതൊക്കെ? ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന എന്നെ പാതാളത്തിൽ കൂടെ പറപ്പിക്കുക. സംശയമുണ്ടോ? ആ, നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. പേടിക്കണ്ട. പടി തീർന്നു. ദേ കണ്ടില്ലേ, ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. എടാ, എന്താണ് ഇത്? ഈ തുരങ്കം കുറച്ചുകൂടെ വലുതായിട്ട് തോന്നാൻ പാടില്ലായിരുന്നോ? ഒന്നും മിണ്ടാതെ വാ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട മതിയാകൂ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക് തന്നെയാ. ആ, ആ, ആ. ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ഓടിക്കുമ്പോൾ എലികൾക്ക് ഇത്രയും പേടി കാണുമല്ലേ? അതാ നിൽക്കണവന്മാരെ, വേഗം വാ, വേഗം വന്ന് പിടിക്കവന്മാരെ. ഓയ്, ഓയ്. ഓ. കൂട്ടുകാരെ, നദിയിലേക്ക് ചാട്, നദിയിലേക്ക്. ജീവൻ പോകുന്ന നേരത്താണോ നദിയിൽ നീന്തി കുളിക്കാൻ പറയുന്നത്? നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാ അവൻ നദിയിലേക്ക് ചാടാൻ പറഞ്ഞ, അല്ലാതെ സ്വിം ചെയ്ത് കളിക്കാനല്ല. ആ, എന്നാ പിന്നെ കാണാം. ആ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അവൻ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കുഞ്ഞളിയ, നീ ആ എലിയെ രക്ഷിച്ചല്ലോ. സത്യം പറഞ്ഞ നീയാ യഥാർത്ഥ ഹീറോ. നിങ്ങളാണ് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത്. നിങ്ങളെല്ലാവരെയും ഞാൻ എങ്ങനെയാ കൊല്ലുക? ഇവനൊരു കഴുത തന്നെയാ. നമ്മളെ എങ്ങനെ കൊല്ലണമെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഓയ്, മണ്ടന്മാരെ, ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവൻ നമ്മളെ കൊല്ലൂലെന്നാ. സംശയമുണ്ടോ? ഇന്നു മുതൽ നമ്മളെല്ലാവരും കൂട്ടുകാരാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഞങ്ങൾക്ക് ഒരു സഹായം മാത്രം ചെയ്താൽ മതി. ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ട വഴി കാണിച്ചു തരണം. ആ, അതെ അതെ, ഞങ്ങൾ എവിടെയാണെന്നുള്ള കാര്യ എനിക്ക് മനസ്സിലാവാത്തേ. ആ, വരൂ, ആ
ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം. ഇന്നെന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം.